ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സ്പീഡ് ആൻഡ് ലവ് ഡ്രാമയുടെ സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവരുടെ ചൈൽഡ്ഹുഡിൽ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് സെപ്പറേഷൻ നടന്നതെന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ. റാവു ആണെങ്കിൽ ഇവിടുന്ന് പോകുന്ന അന്ന് നമ്മുടെ മൂമൂന് അവൻ യൂസ് ചെയ്തിരുന്ന ഒരു പെന്ന് ഗിഫ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നാക്കണം, ഫുഡൊക്കെ നന്നായി കഴിക്കണം. നമ്മുടെ മൂമൂനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം വരികയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്നെ മറക്കുമോ, എന്നെക്കുറിച്ച് എപ്പോഴും ആലോചിക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഷാവോ പറയുന്നുണ്ട്, അതായത് നമ്മുടെ കുട്ടി ഷാവോ പറയുന്നുണ്ട്, നീ എന്നെ മറക്കാത്തിടത്തോളം കാലം ഞാൻ നിന്നെയും മറക്കില്ല, ഞാൻ വരും. ഇവള് ചോദിക്കുന്നുണ്ട് എന്നെ കാണാൻ വരില്ലേ ചോദിക്കുമ്പോൾ ആ വരും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇത്ര നാളായിട്ട് ഇവനൊരു തവണ പോലും ഇവളെ കാണാൻ വേണ്ടി വന്നിട്ടില്ല. ഷാവോയും ഇവളുടെ അച്ഛനും ഇവിടുന്ന് തായ്ലൻഡിലേക്ക് പോയതിന് ശേഷം ഇവൾ ഒരുപാട് തവണ ഷാവോന് കത്തയച്ചിട്ടുണ്ട്. ഷാവോയും അച്ഛനും പോയതിന് ശേഷം ഇവളും അമ്മയും കൂടി വീട് മാറി അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഇവള് എഴുതി അയക്കുമായിരുന്നു. പക്ഷെ ഇവൾക്ക് റിപ്ലൈ ഒന്നും നമ്മുടെ ഷാവോന്റെ സൈഡിൽ നിന്ന് കിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ നാളൊക്കെ കത്തെഴുതിയിട്ട് റിപ്ലൈ ഒന്നും വരാതായപ്പോൾ ഇവള് കത്തെഴുതൽ നിർത്തുകയാണ്. ലാസ്റ്റ് കത്തിൽ ഇവള് പറയുന്നുണ്ട്, ഇനി ഞാൻ നിനക്ക് കത്തെഴുതില്ല, കാരണം ഞാൻ എഴുതുന്ന കത്തൊക്കെ എന്തോ എയറിലേക്ക് പോകുന്ന പോലെ തോന്നുന്നത്, റിപ്ലൈ ഒന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട്. ഇനി കാണിക്കുന്നത് രണ്ടുപേരുടെയും കറന്റ് സിറ്റുവേഷൻ ആണ് കേട്ടോ. അതായത് ആ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടായ സ്ഥലത്ത് നിന്ന് രണ്ടുപേരും കൂടി ബൈക്കിൽ ഇവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവനാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഫോണിലാണ്. അപ്പോൾ ഫോണിൽ ഒരാളോട് ഇവനിങ്ങനെ സംസാരിക്കുന്നുണ്ട്, നാളെ ഈവനിങ് അങ്ങോട്ട് പോകും, പേടിക്കേണ്ട, ടെൻഷനൊന്നും അടിക്കേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവൻ ഈ സംസാരിക്കുന്നത് ഫുള്ള് നമ്മുടെ നായിക മോമു കേൾക്കുന്നുണ്ട്. മോമുവിനാണെങ്കിൽ ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ അതോ പുറത്ത് എവിടേക്കെങ്കിലും പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. കേൾക്കുമ്പോൾ ഷാവോ പറയുന്നുണ്ട്, നീ നിന്റെ കാര്യം നോക്കിയിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ, എന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായകൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ബിയറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അവൻ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതെന്താ മെസ്സേജ് എന്ന് കാണിക്കുന്നില്ല, പക്ഷേ ഇവൻ ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇവൻ്റെ ഫേസിൽ വരികയാണ്. നെക്സ്റ്റ് സീനിൽ ഇവനൊരു സ്പോട്ടിലേക്ക് വരികയാണ് കേട്ടോ. മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഗാംബ്ലിങ്ങിൻ്റെ ഒക്കെ ഒരു ലുക്ക് കാണാനുണ്ട്. ഇവൻ കൊണ്ടുവന്ന ക്യാഷ് ഇവൻ അങ്ങോട്ട് എറിയാണ് കേട്ടോ. എന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ചെയറിൽ ഇവൻ്റെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഫേസിലൊക്കെ ബ്ലഡ് കാണാനുണ്ട്. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അങ്ങേരെ എവിടെയോ തട്ടി വീണതാ തോന്നുന്നു എന്ന് പറയാണ്. അവിടെ ഒരു സൈഡിലായിട്ടൊരു ലേഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടീനോട് ഇവൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ഞാൻ കൊണ്ടുപോകാം, ബാക്കി ക്യാഷ് ഞാൻ പിന്നെ കൊണ്ടുവരാമെന്ന് പറയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടി അവൾ ഗെയിം ഇരുന്ന് കളിക്കായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ വരികയാണ്. അവൾ ഇവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്നെ ഞാൻ ഇന്ന് കുറേ തവണ വിളിച്ചല്ലോ, നീ എന്താ ഒറ്റ തവണ പോലും കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ പോവാൻ വേണ്ടി തിരക്ക് കൂടുന്ന കാണുമ്പോൾ ഇവള് പറയുന്നുണ്ട്, ഞാനൊരു പുതിയ ഷെഫിനെ കൊണ്ടുവന്നിട്ടുണ്ട്, മാത്രമല്ല 5 മണിക്കൂർ എടുത്തിട്ടാണ് ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്തേ. എൻ്റെ അച്ഛൻ്റെ സെക്കൻഡ് മാരേജിന് പോലും ഞാൻ ഇത്രയും ടൈം എടുത്ത് ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല, നീ ഒരു ലുക്ക് പോലും എനിക്ക് തരാതെ എങ്ങോട്ട് ഇത്ര പെട്ടെന്ന് പോകുന്നേ ചോദിക്കുക. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഇവൻ്റെ മേലൊരു ക്രഷ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇമ്പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാൻ തോന്നുന്നു. എന്നിട്ട് ഒരു കാര്യം കൂടി ഇവള് പറയുന്നുണ്ട്, ഇന്ന് നീ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എൻ്റെ കൂടെ ഡിന്നർ കഴിക്കേ, നിൻ്റെ ജിൻഷിനിൻ്റെ എല്ലാ ഗാംബ്ലിംഗ് ഡെപ്റ്റും ഞാൻ എഴുതി തള്ളാമെന്ന് പറയാണ്. അതിന് മറുപടിയായിട്ട് അവൻ ഓക്കെ പറയാണ്. അപ്പോൾ ഇവളുടെ ഒരു കണ്ടീഷൻ കൂടി വെക്കുകയാണ്, ഡിന്നർ കഴിഞ്ഞിട്ടും ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ ഇവൻ അതെന്തിനാണാവോ എന്ന് ചോദിക്കുന്ന നേരത്ത് ഇവൻ ഒരു മെസ്സേജ് വരികയാണ് കേട്ടോ. ഉറങ്ങിയോ എവിടെയാണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ നായികയുടെ മെസ്സേജാണ് വരുന്നത്. ഈ മെസ്സേജ് കണ്ട ഉടനെ അവൻ അവിടെ നിന്ന് പോവുകയാണ്. ദേ ഇനി അച്ഛനെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ പോവുക, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയി കേട്ടോ. അപ്പം നമ്മുടെ നായികയാണെങ്കിൽ മോർണിംഗ് എഴുന്നേറ്റ് വരുമ്പോൾ സ്റ്റെപ്പ് മദർ അവിടെ നിന്ന് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോഴാണ് തലേദിവസം ഷാവോന് ഇവള് കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് ഷാവോ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇവളാണെങ്കിൽ അമ്മേനോട് ചോദിക്കുന്നുണ്ട്, ഷാവോ എവിടെ, എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഷാവോ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും, ഇവിടെ പിന്നെ അത്യാവശ്യമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും എന്ന് പറയാണ്. മാത്രമല്ല ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്കത് കഴിക്കാമെന്ന് സ്റ്റെപ്പ് മാം പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നായിക പറയുന്നുണ്ട്, ഞാൻ കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോഴാണ് അവൾക്കൊരു ഐഡിയ വരുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷാവോ ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞത്. അവൾ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഷവറിൻ്റെ പൈപ്പ് വലിച്ച് കേടാക്കുകയാണ് കേട്ടോ. ഇവളി വലിച്ച് കേടാക്കുന്നതൊക്കെ വീട്ടിലത്തെ ഒരാൾ കാണുന്നുണ്ട്, എങ്കിലും ഈ പെൺകുട്ടിയൊന്നും തന്നെ മിണ്ടുന്നൊന്നുമില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ, അതായത് നമ്മുടെ നായികയാണെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട്, അതേ ഷവർ കേടായിട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഷവറിൻ്റെ പൈപ്പല്ല, ഹീറ്ററിൻ്റെ പൈപ്പാട്ടോ ഇവള് വലിച്ച് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ട്, ഈ പെൺകുട്ടി ഇനിയിപ്പോൾ ഇവളാണ് പൊട്ടിച്ചെന്നുള്ള കാര്യം പറയുമോ, ഈ പെൺകുട്ടി കണ്ടോ എന്നൊക്കെ നമ്മുടെ നായികയ്ക്ക് നല്ല ഡൗട്ടുണ്ട്. എന്തായാലും നമ്മുടെ സ്റ്റെപ്പ് മദർ വേഗം തന്നെ ബാത്റൂമിലേക്ക് വന്ന് നോക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ ഷാവോനെ കോൾ ചെയ്യുന്നുണ്ട്, നീ വേഗം വരണം, ഇവിടെ ഒരു എമർജൻസി സിറ്റുവേഷനാണ്, ഹീറ്ററിൻ്റെ പൈപ്പ് കേടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ.
അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൂമ്മ അവളുടെ റൂമിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ ബാത്റൂമിലത്തെ ആ ഒരു കേടാക്കിയ പൈപ്പ് നമ്മുടെ ഷാവോ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ മേത്തേക്ക് നല്ല രീതിയിൽ സൺറൈസ് ഒക്കെ അടിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവൻ്റെ ആ ഒരു ബോഡിയും ഫുള്ള് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവളീ നോക്കി നിൽക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തേ നോക്കി നിൽക്കണേ ചോദിക്കുകയാണ്. ഇവളാണെങ്കിൽ എടുത്ത വഴിക്ക് പറയുന്നുണ്ട്, ദേ സൂര്യനെ നോക്കി നിൽക്കുക എന്ന് പറയാണ്. അതിന് മറുപടിയായിട്ട്, ഓ ബാത്റൂമിൻ്റെ ഉള്ളിലാണോ നിൻ്റെ സൂര്യൻ എന്ന് ചോദിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് നമ്മുടെ ചെറിയ അനിയത്തി കുട്ടി അങ്ങോട്ട് എത്തുന്നത് കേട്ടോ. അപ്പോൾ അനിയത്തിനോട് ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീയും ഇവിടെ സൂര്യൻ നോക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഇവൻ പുറത്തിറങ്ങിയിട്ട് അമ്മേനോട് പറയുന്നുണ്ട്, വാട്ടർ ഹീറ്റർ ഒരുപാട് പഴയതല്ലേ, അതുകൊണ്ട് പൊട്ടിയതായിരിക്കും, അതിൽ വെള്ളം വരേണ്ടത് ഞാൻ നിർത്തിയിട്ടുണ്ട്, പുതിയതൊന്ന് വാങ്ങാം, ഓർഡർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ ശരിയാക്കാൻ പറ്റുമെങ്കിൽ നീ ശരിയാക്കുക, എന്തിനാ എക്സ്പെൻസീവായിട്ട് ഇപ്പോൾ പുതിയത് വാങ്ങണേന്ന് ചോദിക്കുകയാണ്. ആവുകയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ആ പുതിയത് ഓർഡർ ചെയ്തോളാം, സൺലൈവ് വന്നിട്ട് അത് ഫിറ്റ് ചെയ്തോളും, അമ്മ ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഓക്കേ എന്നും പറഞ്ഞ് നമ്മുടെ അനിയത്തി കൊച്ചിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഞാനിനി എപ്പോഴാണ് കുളിക്കുക എന്നുള്ള നമ്മുടെ മൂമ്മൂൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് സൺലൈവ് വരും, എന്നിട്ട് പുതിയ ഹീറ്റർ ഫിറ്റ് ചെയ്യും, എന്നിട്ട് നീ കുളിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ 100 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതായത് നിനക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയില്ലേ, പിന്നെ എന്തിനാ നീ വേറെ ആളെ ഏൽപ്പിക്കണേ, നിനക്ക് വേറെ എന്തെങ്കിലും തിരക്കുണ്ടോ, നീ എവിടെ പോകണേ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ നിനക്കിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മറുപടി ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് നേരെ താഴേക്ക് പോവാണ് കേട്ടോ. മോമു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാൽക്കണിയിൽ പോയി നോക്കുമ്പോൾ നമ്മുടെ നായകൻ താഴെ കാറിൻ്റെ അവിടേക്ക് പോകുന്നത് ഇവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവൾ താഴേക്ക് ഓടിച്ചെല്ലാണ്. എന്നിട്ട് വേറൊരു ടാക്സിക്കാരനോട് ഇത് നമ്മുടെ ഷാവോൻ്റെ കാറ് കാണിച്ചിട്ട് ആ കാറ് ഫോളോ ചെയ്യാൻ പറയാണ്. അങ്ങനെ നമ്മുടെ ഷാവോനെ ഈ ഒരു ടാക്സിയിൽ മോമു ഫോളോ ചെയ്യാനുണ്ടോ. കുറച്ച് കഴിയുമ്പോൾ ഷാവോ ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോവാണ്. അപ്പോൾ ഇവളും കാറ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോവാണ് കേട്ടോ. അങ്ങനെ ഫോളോ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് തന്നെ ഇവനെ കാണാൻ പറ്റാതാവാണ്. അതായത് ഈ ഒരു വഴി നേരെ ചെന്ന് കയറുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവളെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഷാവോ. അങ്ങനെ ഇവൾ ഇവൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ എന്നെ ഫോളോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തൊന്നുമല്ല, ഞാൻ ഷോപ്പിങ്ങിന് വന്നതാ, ഞാനൊരു പ്രോഗ്രാം കൂടി വിചാരിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ ഡേറ്റ് ഒന്നല്ല മാറിപ്പോയി എന്ന് പറയാണ്. ഷാവോൻ്റെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ മൂമു ഒന്ന് സ്കൂട്ടാവാൻ വേണ്ടിയിട്ട് അടുത്തിരിക്കുന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് പഴം എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ബനാന കാണാൻ നല്ല സ്വീറ്റ് ആണല്ലേ ചോദിക്കുകയാണ്. ഇവളിങ്ങനെ ഉടായ്പ ന്യായങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന ടൈമിൽ അവൻ അവൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചിട്ട് നീ വീട്ടിൽ പോകാൻ നോക്ക്, എന്നെ ഫോളോ ചെയ്യേണ്ടെന്ന് അവൻ 2 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂമു വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മൂമു ആണെങ്കിൽ ഒരു ഓട്ടോ ചേട്ടനോട് വന്നിട്ട് എത്ര രൂപയാവുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങേരാണെങ്കിൽ ഭയങ്കര റേറ്റ് പറയാണ്. അപ്പോൾ ഇവളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഷാവോൻ്റെ ഫ്രണ്ട് ക്രേസി ജീൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. മൂമുനെ കണ്ട വഴിക്ക് ക്രേസി ജീൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവളോട് ചോദിക്കുകയാണ്, അല്ല നീ ബ്രാൻഡിയുടെ സിസ്റ്റർ അല്ലേ, നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മൂമു ആണെങ്കിൽ നൈസായിട്ട് ഇവനെ പറ്റിച്ചിട്ട് നമ്മുടെ നായകൻ പോയിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രേസി ജീൻ്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഇവള് പറയുന്നത്, എന്നോട് ഷാവോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, പക്ഷേ ഈ ഓട്ടോക്കാരൻ എന്നെ പറ്റിക്കുക, ഭയങ്കരമായിട്ട് കാശ് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ അത്ര കാശില്ല, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ക്രേസി ജിൻ പറയുന്നുണ്ട്, ആരാവനോ ഇന്നോ ഈ സമയത്തോ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ, ശരിക്കും അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ കൺഫേം ആയിട്ടും അവനങ്ങനെ പറഞ്ഞെന്ന് പറയാണ്. അപ്പോൾ ഓക്കെ നമുക്കെന്നാൽ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടിയിട്ട് നമ്മുടെ ഓട്ടോയിൽ ഷാവോ ഉള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഒരു ബോക്സിങ് എറീന കേട്ടോ കാണിക്കുന്നത്. ഇത് ഏതാ ആളെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മുടെ മൈക്ക് ആഞ്ചലോ ആണ്. ഒരുപാട് തായ് ഡ്രാമാസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മൈക്ക് ആഞ്ചലോ. ഈ ഡ്രാമയിൽ ഇവൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് മൈക്ക് ആഞ്ചലോ എന്ന് തന്നെ പറയാം. അപ്പോൾ മൈക്ക് ആഞ്ചലോയുടെ ടീം ഈ ഒരു ഗെയിമിൽ ഇവിടെ ഫ്ലോപ്പ് ആവുകയാണ്, പൊട്ടിപ്പോവുകയാണ്. ഈ ഗോൾഡ് ചെയിൻ കഴുത്തിലിട്ടിരിക്കുന്ന ആളുടെ കീഴിലുള്ള ഒരു ബോക്സറാണ് ഈ ഒരു ഗെയിമിൽ സ്കോർ ചെയ്യുന്നത് കേട്ടോ. ഇയാളോട് എന്നിട്ട് ഇയാളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ പറയാണ്, അടുത്ത ഗെയിമിൽ ബ്രാൻഡിനെ നമ്മുടെ ആൾ ഇടിച്ച് ഷെയ്പ്പാക്കുമെന്ന് പറയാം. നായകൻ്റെ അച്ഛൻ ഗാംബിൾ ചെയ്യണ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവൾ കൂടി ഇരിക്കുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ നമ്മുടെ നായകനെ കുറിച്ച് ഇവരിങ്ങനെ പറയും തോന്നും, തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവൾക്കൊരു ക്രഷ് ഉണ്ടല്ലോ നമ്മുടെ ഷാവോൻ്റെ മേൽ. അങ്ങനെ നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ നമ്മുടെ മൈക്ക് ആഞ്ചലോയുടെ ടീം എന്ന് പറയാനായിട്ട് നമ്മുടെ ഷാവോ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഷാവോൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആൾ, അതായത് ആ ഒരു ഗോൾഡൻ ഹെയറുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബോക്സർ തന്നെയാണ്. അപ്പോൾ 2 ടീമിനും നല്ല പേടിയുണ്ട് ആര് ജയിക്കുന്നു. കഴുത്തിൽ മഞ്ഞ ഗോൾഡ് ചെയിൻ ഇട്ടിരിക്കുന്നത് ഇവളുടെ അച്ഛനാട്ടോ. അപ്പോൾ ഇവൾ അച്ഛനോട് പറയുന്നുണ്ട്, ഇത് കുറച്ച് കൂടി പോവില്ലേ, ഇത്രയ്ക്കൊക്കെ വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ ടെൻഷനൊന്നും അടിക്കേണ്ട, ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ തന്നെ ജയിക്കുന്നു പറയാണ്. അങ്ങനെ 2 പേരും നമ്മുടെ അറീനയിലെത്തി. എന്നിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. 2 പേരും നല്ല ഫൈറ്റേഴ്സും നല്ല അടിപൊളി പ്ലേയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ 2 പേർക്കും പരിക്ക് കേൾക്കുന്നുണ്ട്.
എന്തായാലും ഇങ്ങേര് വേറെ ടീമാണെങ്കിലും ഇങ്ങേരുടെ മകൾക്ക് നമ്മുടെ ഷാവോൻ്റെ അടുത്ത് ക്രഷ് ഉള്ളതുകൊണ്ട് തന്നെ ഷാവോ ജയിക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഷാവോ ജയിക്കാനുള്ള ചാൻസ് കാണുന്നതിനൊക്കെ ഇവള് ക്ലാപ്പ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ നമ്മുടെ ഷാവോ ജയിക്കാനുള്ള ചാൻസസ് കാണുമ്പോൾ നമ്മുടെ മൈക്കും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ഫൈറ്റ് ഒന്നും അല്ല കേട്ടോ. രണ്ടുപേരും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ സെക്കൻഡിലും വിചാരിക്കും ഇപ്പോൾ ഷാവോ ജയിക്കുന്നത്. പക്ഷെ ഓപ്പോസിറ്റുള്ള കളിക്കാരൻ നല്ല പ്ലെയർ ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ഷാവോനും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഫൈറ്റ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മോമോവും അതുപോലെ തന്നെ ക്രേസി ജിന്നും കൂടി ഇവിടെ എത്തുകയാണ്. പക്ഷേ മോമോൻ്റെ ഫേസ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനൊന്നും അങ്ങനെ കണ്ടു പരിചയമില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരാളായതുകൊണ്ട് ഇവളെ കയറ്റി വിടുന്നില്ല. ഇവൾക്ക് എൻട്രി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവളോട് തിരിച്ചു പോകാൻ പറയാം. അപ്പം നമ്മുടെ ക്രേസി ജിൻ പറയുന്നുണ്ട് ഇവള് ബ്രാൻഡിയുടെ കൂടെ വന്നതാണ്, ബ്രാൻഡിയുടെ ടീമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ലാസ്റ്റ് അവർക്ക് കുറച്ച് ക്യാഷ് കൊടുത്തിട്ടാണ് ഇവളെ അകത്തേക്ക് കയറ്റുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് മോമോനൊരു കാര്യം മനസ്സിലാവുന്നത്. ഷാവോൻ്റെ വേറൊരു പേരാണ് ബ്രാൻഡി എന്നത്. അവളപ്പം തന്നെ നമ്മുടെ ക്രേസി ജിന്നിനോട് ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് അവന് വേറൊരു പേര് ഇവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവളുടെ കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ഒക്കെ അവൻ നല്ല ക്ഷമയോടെ തന്നെ തീർത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ വരുമ്പോൾ കാണുന്നത് നമ്മുടെ ഷാവോന് ഓപ്പോസിറ്റുള്ള ആള് നല്ല രീതിയിൽ ഇടിക്കുന്നതാട്ടോ. കണ്ടുടനെ മോമു പറയുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ, നിർത്താൻ പറ, ഷാവോനെ കൊണ്ടുപോവാം എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ ക്രേസി ജിന്നാണെങ്കിൽ ഓരോരുത്തരെ ഇങ്ങനെ കാണിച്ച് അവരാരൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ മൈക്കിൻ്റെ പേര്, അതായത് മൈക്ക് ആഞ്ചലോയുടെ ശരിക്കുള്ള പേര് ലിൻ എന്നാണ്. പക്ഷെ നമുക്ക് ഇനി അങ്ങോട്ട് മൈക്ക് തന്നെ പറയാം. മൈക്കാണ് ഇന്നത്തെ ബ്രാൻഡിയുടെ ഒരു സ്പോൺസർ എന്ന് പറയുന്നത്. പിന്നെ കഴുത്തിൽ ഗോൾഡ് ചെയിൻ ഇട്ട ആളെന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഒരുപാട് ഗാരാജസ് ഒക്കെ സ്വന്തമായിട്ടുള്ള കുറച്ച് കാശുള്ള ഒരാളാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മോമു നോക്കുമ്പോൾ നമ്മുടെ നായകൻ ഷാവോന്റെ ഫേസിൽ ഫുള്ള് ബ്ലഡ് ആണ് കേട്ടോ. ഭയങ്കര വിഷമം വരികയാണ് ഇവൾക്ക്. ഇവളപ്പം തന്നെ പറയുന്നുണ്ട് ഇവരോട് ഫൈറ്റ് നിർത്താൻ പറ, ഫൈറ്റ് നിർത്താൻ പറ എന്നൊക്കെ ഇവളവിടെ കിടന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരെ കേൾക്കാനാ. ക്രേസി ജീൻ പറയുന്നുണ്ട് ഈ ഒരു പരിപാടി, ഈ ഒരു ഫൈറ്റ് കഴിയാതെ ഇനി അവരെ പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലോ. ഇത്രയും കാണുന്ന ആൾക്കാരൊക്കെ അവരുടെ മേലെ പെറ്റ് വെച്ചിട്ടുള്ളതാ, വലിയ തല്ലുണ്ടാവും, ഈ കാശ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കാശുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കാശുണ്ട്, ഞാൻ കാശ് കൊടുത്തോളാം, അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, അവനെ എന്തോ ഒരു ഇടിയെ കിട്ടണം. ഇവൾക്ക് വിഷമം വരികയാണ്. ഇവൾ അവിടെ നിന്ന് കരയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഓപ്പോസിറ്റുള്ള ആളുടെ ഇടി കിട്ടി നമ്മുടെ ഷാവോ നിലത്ത് വീഴാണ് കേട്ടോ. ഇത് കാണുമ്പോൾ മൈക്ക് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം അവനാണ് ഇന്നത്തെ സ്പോൺസർ. എനിക്ക് തോന്നുന്നു മൈക്ക് ഇവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണെന്ന് തോന്നുന്നു ഷാവോൻ്റെ. അങ്ങനെ നമ്മുടെ ഷാവോ നിലത്ത് വീണ് കിടക്കുന്ന കാണുമ്പോൾ ഇവൾ ഒരുപാട് കരഞ്ഞ് വിഷമം കൊണ്ട് ഉറക്കെ വിളിക്കുന്നുണ്ട്. ഷാവോ എന്ന് ഉറക്കെ ഓളിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ ആ ഒരു വോയിസ് കേട്ടു എന്ന രീതിയിൽ ഇവൻ പെട്ടെന്ന് കണ്ണ് ഉറക്കാണ്. എന്നിട്ട് അവിടുന്ന് ഒരു കണക്കിനാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. മോമു ആണെങ്കിൽ അപ്പോഴേക്കും ഓടി നമ്മുടെ റിങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളെ കാണുന്നുമുണ്ട് ആ ഒരു മൊമെൻറ്റിൽ. നമ്മുടെ മോമുവിൻ്റെ കണ്ണിലത്തെ ആ ഒരു കണ്ണുനീരും വിഷമവും സങ്കടമൊക്കെ കാണുമ്പോൾ ഇവനും ഒരുപാട് സങ്കടം വരികയാണ്. ഇവൻ പെട്ടെന്ന് തന്നെ ഒരു എനർജി കിട്ടിയ പോലെ എഴുന്നേറ്റ് ഓപ്പോസിറ്റുള്ള ആളെ നല്ല രീതിയിൽ ഇടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവനെ അവിടെ നിലത്ത് ഇടിച്ചിടുകയാണ്. അവനെ ഇടിച്ച് ജസ്റ്റ് താഴെ ഇട്ടെന്നേ ഉള്ളൂ. ഈ ഒരു ഗെയിം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ അതിന് മുമ്പേ ഇവൻ ചാടി നമ്മുടെ നായികയുടെ അടുത്ത് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവളോട് കൂടുതലൊന്നും ചോദിക്കുന്നില്ല, അവളെയും വിളിച്ച് പുറത്തേക്ക് ഓടുകയാണ്. ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഓടുന്നത് നമ്മുടെ ആ ഒരു ക്രഷുള്ള പെൺകുട്ടിയില്ലേ, അവളും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ മെല്ലെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഗെയിം ഇവിടെ ഇൻകംപ്ലീറ്റ് ആവുകയാണ്, കംപ്ലീറ്റ് ആവുന്നില്ല. ഇവനീ തിരക്കുണ്ടാക്കി ഓടിപ്പോകുന്നത് നമ്മുടെ മൈക്കും നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ക്രേസി ജിന്നിൻ്റെ അടുത്ത് ഈ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അതായത് ആരാ അവൾ നേരത്തെ ഷാവോൻ്റെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടു, ആരാന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട് എൻ്റെ റിലേറ്റീവാന്ന് പറഞ്ഞ വഴിക്ക് ഒരൊറ്റ അടി അടിക്കുകയാണ്. എന്നിട്ട് ഇവനോട് പറയുകയാണ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എനിക്ക് അറിയണം അതാരാ, അവൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എങ്ങാനും ആണോ ചോദിക്കുമ്പോൾ ക്രേസ് ജീൻ പറയുന്നുണ്ട് അവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യമില്ല, അത് അവൻ്റെ റിലേഷൻഷിപ്പോ അങ്ങനെ ഒന്നും അല്ല എന്ന് പറയാം. അതേസമയം ഇവളുടെ അച്ഛനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ഈ ഒരു ഗെയിം ആണെങ്കിൽ കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല, ഇവർ ജയിച്ചു എന്നങ്ങ് ഉറപ്പോടെ അങ്ങ് പറയാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. പെട്ടെന്ന് തന്നെ ഈ ഗോൾഡൻ ഹെയറുള്ള ആളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ആ ഷാവോനെ ഇന്നൊരു പാഠം പഠിപ്പിക്കണം അവനെന്ന് പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞു വിടുകയാണ്. ആ സമയം നമ്മുടെ ഷാവോ ആണെങ്കിൽ മോമോനെയും കൊണ്ട് അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ ചോദിക്കുന്നുണ്ട് അല്ല ആരാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നീ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ അതിനുള്ള മറുപടി ഒന്നും പറയുന്നില്ല. നിൻ്റെ ഫേസിൽ ഫുള്ള് ഇഞ്ചുറിയാണ്, നീ എന്താ ഇങ്ങനെ ആയിപ്പോയേ, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നല്ല കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഇവന് ഭയങ്കര വിഷമം വരികയാണ്. ഇവൻ പറയുന്നുണ്ട് നീ കാറിൽ കയറി, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയാണ്. പക്ഷെ ഇവള് കാറിലൊന്നും കയറുന്നില്ല, അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഷാവു ആണെങ്കിൽ മുമ്മുവിനോട് പറയുന്നുണ്ട് നീ വേഗം വീട്ടിലേക്ക് പൊക്കോ, നിനക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല, നീ എന്താ ഇങ്ങനെ ആയിപ്പോയി, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇവള് വീട്ടിൽ പോകണില്ല എന്ന് പറയുമ്പോൾ ഇവളെ പെട്ടെന്ന് തന്നെ കാറിലകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. ഇവൾ ചോദിച്ചതിനുള്ള മറുപടി ഒന്നും ഇപ്പോൾ അവൻ തൽക്കാലത്തേക്ക് കൊടുക്കുന്നില്ല.
ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൂമ്മു പറയുന്നുണ്ട്. അതായത് ഈ തലേദിവസം ഇവനും ഇവൻ്റെ ആ ഒരു ഫ്രണ്ടും കൂടി ആ ഒരു സ്റ്റെയർകേസിൻ്റെ അവിടെ വെച്ച് സംസാരിച്ചത് ഇവള് കേട്ടു. അപ്പോൾ എന്തോ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവാണെന്ന് ഇവൾക്ക് തോന്നി. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായോണ്ടാണ് ഇവനിങ്ങനെ ഫോളോ ചെയ്തതെന്നാണ് പറയണത്. എന്നിട്ട് മൂമ്മു പറയുന്നുണ്ട്, നിനക്ക് ചിലപ്പോൾ ഞാൻ നിൻ്റെ ജസ്റ്റ് പണ്ടത്തെ നിൻ്റെ കൂടെ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന ഒരു പെൺകുട്ടി മാത്രമായിരിക്കും. പക്ഷേ ഞാൻ നിന്നെക്കുറിച്ച് അങ്ങനെയല്ല, കുറച്ചുകൂടെ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് നിൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്നിവള് പറയാണ്. നിനക്ക് എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും തോന്നാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനെയൊക്കെ തോന്നിയിരുന്നെങ്കിൽ നീ ഒരു തവണയെങ്കിലും ഇത്ര വർഷത്തിനിടയ്ക്ക് എന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നേനെ. വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ എന്തോരം കത്ത് നിനക്ക് അയച്ചു. ഒരു ലെറ്ററിന് പോലും നീ എനിക്ക് റിപ്ലൈ ചെയ്തില്ലല്ലോ. മോമു ആണെങ്കിൽ ഒരുപാട് വർഷം ഇവൻ വരും വരും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു റിപ്ലൈ പോലും കിട്ടാഞ്ഞിട്ടും ഇവള് ഒരു തവണ ഇവർ താമസിച്ചിരുന്ന ആ പഴയ വീടിൻ്റെ അവിടുത്തെ ഒരു സ്റ്റെയർമ പോയിട്ട് ഇവളുടെ കോൺടാക്ട് നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോഴെങ്കിലും ഇവനൊരിക്കൽ വന്നാൽ ഇവളുടെ നമ്പർ ഇല്ലാത്ത കാരണം ഇവളെ മീറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവൻ ഒരു തവണ പോലും വന്നില്ല. ഇതിങ്ങനെ ഇവള് വീണ്ടും വീണ്ടും സങ്കടപ്പെട്ട് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മാത്രമല്ല ഇവള് ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ആ ഒരു പെന്ന് പോലും അതെന്താന്ന് പോലും ഇവൻ തുറന്ന് നോക്കിയിട്ടില്ല. ഇന്ന് ആ റിങ്ങിൽ വെച്ചിട്ട് ഇവൻ്റെ കൈയും മുഖമൊക്കെ മുറിഞ്ഞു കണ്ടപ്പോൾ ഇവൾക്ക് ഒരുപാട് വിഷമമായിപ്പോയി. ഇവളെന്നിട്ട് പറയാണ്, ഇനി ഒരിക്കലും ഇതേപോലത്തെ മണ്ടത്തരങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. നീ എന്നെക്കുറിച്ച് കെയർ ചെയ്യണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഞാനിനി ഒരിക്കലും നിന്നെക്കുറിച്ച് ആലോചിക്കാനും പോണില്ല. നാളെ എന്നെ ലാസ്റ്റായിട്ട് നീ എന്നെ എയർപോർട്ടിലേക്കൊന്ന് കൊണ്ടാക്കണം. ഞാൻ പോവുകയാണെന്ന് ഇവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. ഇവളാണെങ്കിൽ ഇവൻ മറുപടി ഒന്നും പറയാതിരിക്കുന്നത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് നിനക്കൊന്നും പറയാനില്ലേന്ന് ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ മറുപടിയായിട്ട് ആ കൂടി പറയുന്നത് മുറുക്കി പിടിച്ചിരിക്കാനാണ്. കാര്യം വേറൊന്നുമല്ല, വേറൊരു കാറ് ഇവൻ്റെ കാറുമായിട്ട് റേസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഗോൾഡ് ചെയിൻ ഇട്ട് കണ്ടുള്ള ആ ഒരു അങ്കിളില്ലേ, ആ അങ്കിളിൻ്റെ ഫൈറ്റ് ടീമിലുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ റേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൽ. അങ്ങനെ ഈ കാർ ലാസ്റ്റ് പോയി നിൽക്കുന്നത് ഒരു വെള്ള റേസിംഗ് കാറിൻ്റെ ഫ്രണ്ടിലാണ്. ഈ സീൻ ഇവിടെ എൻഡായിട്ട് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഷാവോ ഒരു ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഇവള് കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇവള് കൊടുത്ത ആ ഒരു പെൻ അവൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇവന് പണ്ടത്തെ ചൈൽഡ്ഹുഡിലത്തെ ഒരു മെമ്മറി വരികയാണ് കേട്ടോ. അതായത് ഇവൾക്ക് ഓരോ ലെറ്റേഴ്സ് ഇവൻ എഴുതാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു സീൻ ഇവൻ്റെ മൈൻഡിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഇവൻ ചുമ്മാ എയറിൽ ഇങ്ങനെ എഴുതി നോക്കുകയാണ്. വേറെ ആരുടെയും പേരല്ല, നമ്മുടെ മൂമുവിൻ്റെ പേരാണ് എഴുതുന്നത്. മൂമു എന്നിവനെ എഴുതുന്ന ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നത്.